വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ളൊരു ഫേസ് പാക്കാണ്. അപ്പോൾ എക്സാക്ട്ലി ഫേസ് പാക്ക് എന്ന് പറയാൻ പറ്റില്ല. അതായത് നമ്മുടെ ഡാർക്കായിട്ടുള്ള അണ്ടർ ഐയുടെ ആ ഒരു ഏരിയയിലും അതേപോലെ തന്നെ പിമ്പിൾസിൻ്റെ സ്പോട്ടുള്ള ഏരിയയിലും മാത്രമേ ഉള്ളൂ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ആദ്യമേ നമ്മൾ എടുക്കുന്നത് കുറച്ച് മുല്ലപ്പൂവാണ്. എന്നിട്ട് നല്ലോണം ഒന്ന് ചതച്ചെടുക്കുക. ഇതേപോലെ നമ്മൾ കുറച്ച് ടൈം എടുത്ത് തന്നെ ചതയ്ക്കുക. എല്ലാവർക്കും അറിയാം ജാസ്മിൻ ഫ്ലവറിൻ്റെ ആ ഒരു ഇമ്പോർട്ടൻസും എന്തൊക്കെ ബെനഫിറ്റാണ് നൽകുന്നതെന്നൊക്കെ. എങ്കിലും ആ ഒരു ബെനഫിറ്റൊക്കെ നിങ്ങൾക്ക് ഒന്നുകൂടെ ഒന്ന് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ പറയാം. അതായത് ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ നമ്മുടെ കോളജൻ പ്രൊഡക്ഷൻ നല്ലോണം സ്റ്റിമുലേറ്റ് ചെയ്യും. അപ്പോൾ കോളജൻ സ്റ്റിമുലേറ്റ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ബെനഫിറ്റ് എന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്ന് നന്നായിട്ട് ടൈറ്റൻ ചെയ്യും. അതായത് സാഗിനെസ്സോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവില്ല. അതേപോലെ തന്നെ അടുത്തൊരു ബെനഫിറ്റ് എന്ന് വെച്ചാൽ റിങ്കിൾസ് ഒക്കെ ഇല്ലാതാവും. അപ്പോൾ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് നോക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ ചതച്ചെടുത്ത ആ ഒരു മുല്ലപ്പൂവ് നമ്മളൊരു ബൗളിലെടുക്കുക. അതിലേക്ക് കുറച്ച് റോസ് വാട്ടർ ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്യുക. ദെൻ നമ്മൾ കോൺഫ്ലവർ ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഈ 3 ഇൻഗ്രീഡിയൻസും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഡാർക്ക് സർക്കിളുള്ള ഏരിയയും അതേപോലെ തന്നെ പിമ്പിൾസ് ഒക്കെ വന്നിട്ട് പോകാതെ സ്റ്റഫ് ബേൺ ഒക്കെ ആയിട്ട്, അതായത് കാലഹരണപ്പെട്ട ആ ഒരു ബ്ലാക്ക് സ്പോട്ടും ബ്ലാക്ക് മാർക്സ് ഒക്കെ ഇല്ല, അവിടെയൊക്കെ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ആദ്യമേ തന്നെ ഞാൻ അണ്ടർ ഐ ഡാർക്ക് സർക്കിളുള്ള ഏരിയയിലാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. പിന്നെയും ബെനഫിറ്റും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മുടെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അതായത് ഡാർക്ക് സ്പോട്ടൊക്കെ ഉണ്ടെങ്കിൽ ലൈറ്റൻ ചെയ്യും. അതുകൊണ്ടിട്ടാണ് ഞാൻ ഡാർക്ക് സ്പോട്ടുള്ള ഏരിയാസൊക്കെ നോക്കിയിട്ട് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. മുല്ലപ്പൂവ് നമ്മൾ ഇതേപോലെ ചതച്ചെടുക്കണം എന്നില്ല. കുറച്ചുകൂടെ ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾ അരച്ചെടുക്കുന്നതായിരിക്കും ബെറ്റർ. കുറച്ച് റോസ് വാട്ടറും കൂടെ മിക്സ് ചെയ്യുക. ഈ ഒരു മുല്ലപ്പൂവും കൂടെ അതിലേക്ക് ഇട്ടിട്ട് നമ്മളൊന്ന് അരച്ച് പേസ്റ്റ് രൂപേണ എടുക്കുക. എന്നിട്ട് അതിലേക്ക് കോൺഫ്ലോർ ആഡ് ചെയ്ത് കൊടുത്താൽ നമുക്ക് ശരിക്കും ക്രീമായിട്ട് കിട്ടും. അത് ഫ്രിഡ്ജിൽ ഒരു 2 or 3 days ഒക്കെ വെച്ചാൽ നമുക്ക് ഫേസ് വൈറ്റനിങ് ക്രീമായിട്ട് പോലും യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മുടെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റൻ ചെയ്യും. അതായത് ഡാർക്ക് സ്പോട്ടൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നല്ലോണം ലൈറ്റൻ ചെയ്യാനൊക്കെ വളരെ ഹെൽപ്ഫുള്ളാണ്. അതുകൊണ്ടിട്ടാണ് ഞാൻ ആ ഒരു സ്പോട്ട് കവറേജിങ്ങിന് വേണ്ടിയിട്ട് ഇവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. എത്ര നേരം നമ്മൾ വെക്കണം എന്ന് നോക്കുകയാണെങ്കിൽ ആ ഒരു ടൈം പീരീഡ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു 20 മിനിറ്റൊക്കെ നിങ്ങൾ ഫേസിൽ വെക്കുക. അപ്പോൾ ആ ഒരു വെള്ളമൊക്കെ, അതായത് ആ ഒരു വാട്ടർ കൺസിസ്റ്റൻസി നമ്മൾ ആ ഒരു സ്കിന്നിൽ നമുക്ക് തൊട്ട് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും വലിഞ്ഞു വരുന്നത്. ആ ഒരു സ്റ്റേജ് എത്തുമ്പോൾ നിങ്ങൾ വാഷ് ഓഫ് ചെയ്യാം. അപ്പോൾ വാഷ് ഓഫ് ചെയ്ത് വരുമ്പോൾ തന്നെ നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു ബ്രൈറ്റനിങ് കിട്ടും കേട്ടോ. അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് അല്ലെങ്കിൽ ഈ ഒരു പാക്ക് നമ്മൾ ഫേസ് ഓവറോൾ ഇടുകയാണെങ്കിൽ എക്സാക്ട്ലി നമ്മുടെ സ്കിൻ നല്ലോണം ബ്രൈറ്റൻ ആവും. ഇപ്പോൾ എനിക്കിവിടെ കിട്ടിയ ആ ഒരു മുല്ലപ്പൂവിൻ്റെ കണ്ടൻറ്റും ഒക്കെ വളരെ കുറവായതുകൊണ്ടിട്ടാണ് ഞാൻ ഒരുപാട് ഫേസ് ഓവറോൾ അപ്ലൈ ചെയ്യാതിരുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതായത് ഡാർക്ക് ആയിട്ടുള്ള സ്പോട്ടൊക്കെ പോകാതെ ഇരിപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഈ ഒരു പാക്ക് ട്രൈ ചെയ്ത് നോക്കാം. വളരെ സിമ്പിളാണ്. നമ്മുടെ വീട്ടിലുള്ള ജസ്റ്റ് മുല്ലപ്പൂവും റോസ് വാട്ടറും അതേപോലെ തന്നെ കോൺഫ്ലോറും മാത്രമാണ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ആൻഡ് ഓൾസോ പ്ലീസ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു.